ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ഒരു കഥയായാലോ? ഒരു ബൈബിൾ കഥ, കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബൈബിൾ കഥ നമുക്ക് കേൾക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. കഥയുടെ പേരാണ് നോഹയുടെ പെട്ടകം. പണ്ട് ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ മിക്ക ആൾക്കാരും മോശമായി പെരുമാറുന്നവരും പരസ്പരം വഴക്കിടുന്നവരും ആയിരുന്നു. ഇത് ദൈവത്തിന് വളരെ വിഷമമുണ്ടാക്കി. എന്നാൽ നോഹ മാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹം നല്ലവനായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആളായിരുന്നു നോഹ. അങ്ങനെയിരിക്കെ ഒരിക്കൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ ഒരു സന്ദേശം ലഭിച്ചു. ഒരിക്കൽ ദൈവം നോഹയോട് പറഞ്ഞു, നോഹ, ഭൂമിയിൽ വലിയൊരു പ്രളയം ഉണ്ടാകാൻ പോകുന്നു. നീ വേഗം ഒരു മരക്കപ്പൽ നിർമ്മിക്കണം. ഇതിനെയാണ് നമ്മൾ പെട്ടകം എന്ന് വിളിക്കുന്നത്. അത് കേട്ട ഉടനെ നോഹ എന്ത് ചെയ്തു? നോഹ പെട്ടകം പണിയാൻ ആരംഭിച്ചു. നോഹയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്ന് വലിയൊരു പെട്ടകം പണിയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ആളുകൾ അവരെ കളിയാക്കി. ഇത്രയും വലിയൊരു കപ്പൽ കരയിൽ എന്തിനാണ് ഇങ്ങനെ പണിയുന്നത്? പക്ഷേ നോഹ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. അതൊന്നും ശ്രദ്ധിക്കാതെ ദൈവം പറഞ്ഞതുപോലെ പെട്ടകം പണിത് തീർത്തു. അങ്ങനെ നോഹ പെട്ടകം പണി തീർത്തപ്പോൾ എന്താണുണ്ടായത്? മൃഗങ്ങളുടെ വരവായി. പെട്ടകം തയ്യാറായപ്പോൾ ദൈവം ഓരോ ഇനം മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും ഓരോ ജോഡിയെ വീതം, എന്ന് പറഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും, പെട്ടകത്തിലേക്ക് എത്തിക്കാൻ നോഹയോട് പറഞ്ഞു. ആനകളും സിംഹങ്ങളും കൊച്ചു ഉറുമ്പുകൾ പോലും വരിവരിയായി പെട്ടകത്തിൽ കയറി. ഏറ്റവും ഒടുവിൽ നോഹയും കുടുംബവും കയറി. ദൈവം തന്നെ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. പിന്നെ എന്താ ഉണ്ടായത്? വലിയ മഴ പെയ്യാൻ തുടങ്ങി. ഒന്നൊന്നര മഴ, 40 പകലും 40 രാവും മഴ നിർത്താതെ പെയ്തു. ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായി. പക്ഷേ നോഹയുടെ പെട്ടകം സുരക്ഷിതമായി വെള്ളത്തിന് മുകളിൽ ഒഴുകി നടന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു. ഇനി അടുത്ത് ഒരു പുതിയൊരു ലോകം. നാളുകൾക്ക് ശേഷം വെള്ളം താഴ്ന്നു തുടങ്ങി. നോഹ ഒരു പ്രാവിനെ പുറത്തേക്ക് വിട്ടു. ആ പ്രാവ് കുറേ കഴിഞ്ഞ് ആ പെട്ടകത്തിൽ മടങ്ങി വന്നു. എന്തുകൊണ്ടാണ് വന്നത്? ഒരു മരത്തിൻ്റെ ഇലയുമായിട്ടാണ് പ്രാവ് മടങ്ങി വന്നത്. അതിനർത്ഥം ഭൂമിയിൽ വെള്ളം വറ്റി, ചെടികൾ വളർന്നു തുടങ്ങി എന്നായിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും സന്തോഷത്തോടെ പുറത്തിറങ്ങി. അപ്പോൾ ആകാശത്ത് മനോഹരമായ ഒരു മഴവിൽ തെളിഞ്ഞു വന്നു. ഇനി ഒരിക്കലും ഇത്തരം ഒരു പ്രളയം ഉണ്ടാവില്ല എന്ന ദൈവത്തിൻ്റെ ഉറപ്പായിരുന്നു ആ മഴവിൽ. കഥ ഇഷ്ടമായോ എല്ലാവർക്കും? ഈ കഥയിൽ നിന്നും നമ്മൾ എന്താ പഠിച്ചത്? നമുക്ക് എന്താ മനസ്സിലായത്? നമ്മൾ നല്ലവരായിരുന്നാൽ ദൈവം എപ്പോഴും നമ്മളെ സംരക്ഷിക്കും. മുതിർന്നവരും ദൈവം പറയുന്നതും കേട്ട് അനുസരണയോടെ കൊച്ചുകുട്ടികളായ നിങ്ങൾ ജീവിക്കണം. നല്ല കുട്ടികളായി പഠിക്കേണ്ട സമയത്ത് പഠിച്ച്, കളിക്കേണ്ട സമയത്ത് കളിച്ച് അനുസരണയുള്ള മക്കളായി ജീവിക്കണം. അപ്പോൾ മാതാപിതാക്കൾക്കും ഈശോയ്ക്കും എല്ലാം നിങ്ങളെക്കുറിച്ച് സന്തോഷമാവും. ഇനി വേറൊരു കഥയുമായിട്ട് മറ്റൊരു ദിവസം വരാം. അപ്പോൾ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതി.